കൂട്ടുകാരെ, നമുക്കിന്ന് കോഴിമുട്ട കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുൽപ്പി ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 10 കോഴിമുട്ട പുഴുങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കോഴിമുട്ടയൊക്കെ തോട് കളഞ്ഞു കഴിഞ്ഞു. വേവിച്ച് വെച്ച കോഴിമുട്ടേനെ ഇനി നമുക്ക് ഈ സാധനത്തിൽ വെച്ച് ചിരകിയെടുക്കാം. ഇതിൽ വെച്ച് ചിരകുമ്പോൾ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതില്ലെങ്കിൽ കൈയും കൂടി അതിൽ ചിരകി പോവും, മുറിയാവുള്ളൂ. അതുകൊണ്ടാണ് കൈയും കൂടി നോക്കണം പറയുന്നത്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചിരകാൻ. ഇത് ലാസ്റ്റത്തെ കോഴിമുട്ടയാണ്, അത് ചിരകി കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് തിരക്കിയിട്ട് നമുക്കൊന്നുകൂടി ചിരകാം. വടിച്ച് വെച്ചിട്ട് കണ്ടില്ലേ, കഴിഞ്ഞു. കോഴിമുട്ടയൊക്കെ അങ്ങനെ നന്നായിട്ട് ഉരതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ 10 കോഴിമുട്ടയ്ക്ക് 400 ഗ്രാം ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവിച്ച് തോല് കളഞ്ഞ് എടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇനി നമുക്കതിനെ നന്നായിട്ട് ഉടച്ചെടുക്കാം. നമുക്ക് ഈ സാധനം വെച്ച് ഇത് ഉടച്ചെടുക്കാം. കണ്ടില്ലേ നന്നായിട്ട് ഉടയുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിമുട്ട, ഉരുളക്കിഴങ്ങ്, അതിൻ്റെ ചേരുവകളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ മുട്ട നമ്മൾ ചിരകി വെച്ച പാത്രത്തിലാണ് ഒക്കെ യോജിപ്പിക്കുന്നത്. അതിൽ നമുക്ക് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുനുകുന അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ മീഡിയം ലെവലിലുള്ള 2 ഉള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഞാൻ ചിരണ്ടിയെടുത്ത ഇഞ്ചിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, 1 ഇഞ്ച് നീളത്തിൻ്റെ വലുപ്പത്തിൽ. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുനുകുന അരിഞ്ഞ 3 പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് ഓരോരുത്തർ പച്ചമുളക് ഇടാം. പിന്നെ നമ്മൾ ഒരു മണം കിട്ടാനും എല്ലാത്തിനും പാടെ കുറച്ച് മല്ലിച്ചപ്പ് 1/2 കപ്പ് ഉണ്ടാവും, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ മുളക് പൊടി ആയ കാരണം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് കിര മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് 1/2 കപ്പ് പൊടി ഉണ്ടാവും. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയാണ്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ചില ഉരുളക്കിഴങ്ങ് വല്ലാതെ വെന്താൽ വെള്ളം പോലെ ഉണ്ടാവും. അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിനനുസരിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം അധികം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഈ പറഞ്ഞ അളവിലുണ്ട് ഇച്ചിരി കൂടി ഈ കോൺഫ്ലവർ പൊടി അധികം ഇട്ട് കുഴച്ചാൽ മതി. അതില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. കോഴിമുട്ടയും ഉള്ളിയും ഉരുളക്കിഴങ്ങും മസാലയും ഉപ്പും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇത് മിക്സാക്കുമ്പോൾ നല്ല അമർത്തി കൊടുക്കുകയോ ഇങ്ങനെ കുഴച്ചെടുക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ നമ്മളിതാ ഈ കൈ കൊണ്ട് ഒന്നിങ്ങനെ ചിക്കി എടുത്താൽ മതി. അപ്പം തന്നെ എല്ലാം ഒന്നാവുള്ളൂ. കണ്ട ഇങ്ങനെ. ഇനി ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇത് കുഴക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് കലക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ചതച്ചതാണ് കേട്ടോ.
ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇതിപ്പോൾ മൈദപ്പൊടി തന്നെ കലക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കോഴിമുട്ട കലക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് ഈ കോഴിമുട്ട മുക്കി പൊരിക്കണ ഇത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ബെസ്റ്റാണ്. മൈദപ്പൊടി കലക്കി മുക്കുക. ലേശം ലൂസിൽ കലക്കിയാൽ മതി കേട്ടോ. നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിയാണ്. റസ്ക് പൊടിച്ചും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ജഗ് കുൽപ്പിയാക്കി എടുക്കാം. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഐസ്ക്രീമിൻ്റെ ഐസൊക്കെ വെക്കണ കോലുകളാണ്. കണ്ടില്ലേ? ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതാണ് ആദ്യം വേണ്ടത്. ഇനി നമുക്ക് ആദ്യം കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടാം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കയ്യിൽ എണ്ണ പുരട്ടുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, എന്തുണ്ടാക്കുമ്പോഴും നമുക്കിനി കുറച്ച് മാവെടുക്കാം. കുറച്ച് മുട്ട മിക്സാക്കിയത് എടുക്കാം. നമുക്ക് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ? നമുക്കിതിലൊരു കോല് കുത്തി കൊടുക്കാം. ഇതാ. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വണ്ണം കുറച്ചിട്ടെടുക്കാം. കുൽപ്പിയുടെ ഷേപ്പാക്കി എടുക്കാം. അത് എങ്ങനെ ഏത് ഷേപ്പാക്കണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഉരുട്ടിയിട്ടാണ് എടുക്കണത്. കണ്ടില്ലേ? നമുക്കിനി ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിയിലൊന്നിട്ടിട്ട് മുക്കിയെടുക്കാം. അതിൽ മുക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇനി അടുത്തത് എടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഉള്ളതും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കാം. നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് എല്ലാ സൈഡും ഒരേപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെല്ലാം ഇട്ടതെല്ലാം എടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് കുൽപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവറിൻ്റെ അളവ് പറഞ്ഞത് കേട്ടോ മക്കളെ. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സോസും കൂടി തൊട്ട് തിന്നുകയാണെങ്കിൽ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം. എല്ലാവരും മുട്ട തിന്നാത്ത മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും അവർക്ക്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. വലിയ പണിയൊന്നുമില്ല. ഇച്ചിരി നേരത്തെ പണിയേ ഉള്ളൂ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ മക്കളെ? ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര സൂപ്പറാട്ടോ. ഒരു രസം സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ മക്കളെ.